ഹലോ, ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ പുതിയൊരു ട്രൈപോഡ് വാങ്ങി. ഞാൻ കുറേ നാളുകൊണ്ട് ഞാനിങ്ങനെ ആഗ്രഹിക്കുകയാണ് കേട്ടോ ഒരു ട്രൈപോഡ് വാങ്ങിക്കണം എന്ന്. നേരത്തെ എൻ്റെ ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു, അതും നമുക്ക് ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. പക്ഷേ അത് എവിടെയോ പോയി, എനിക്ക് തന്നെ അറിയില്ല അത് എവിടെയാണെന്ന്. അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ തപ്പിപ്പിടിച്ച് വാങ്ങിയതാണ് ഇത് കേട്ടോ. ഇത് ടൈഗോഡ് TSS9 ബ്ലൂടൂത്ത് സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ്. ഇതാണ് ഞാൻ മേടിച്ചത്. ഞാൻ ആമസോൺ വഴിയാണ് മേടിച്ചത്. ഇതിൻ്റെ റേറ്റിങ്ങും റിവ്യൂസും ഒക്കെ നോക്കിയാണ് ഞാൻ മേടിച്ചത് കേട്ടോ. അപ്പോൾ അതിൽ നല്ല റേറ്റിംഗ് ആണ്, അതുപോലെ നല്ല റിവ്യൂസാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഇത് ടൈഗോഡ് TSS9 എന്ന് പറയുന്നതാണല്ലോ, അതിന് 749 രൂപയാണ്. കാരണം ഇത് 1.7 മീറ്റർ ലോങ് ആണ്, അത്രയും നീളമുണ്ട്. അതായത് 170 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. ഇനി നമുക്ക് വേറൊരെണ്ണം കൂടെ അവൈലബിൾ ആണ്. ടൈഗോഡ് T1 എന്ന് പറയുന്ന ഒരെണ്ണം കൂടെ അവൈലബിൾ ആണ്. അതിന് 60 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ നീളം. അത് 329 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ ലഭ്യമാണ്. അപ്പോൾ ഞാൻ മേടിച്ചത് 170 സെൻറ്റിമീറ്ററിൻ്റെ ആണ്. ഇത് ഇത്രയും ലോങ് ആണ് കേട്ടോ, ഭയങ്കര ലോങ് ആണ്, നല്ലതാണ് കേട്ടോ. നമുക്ക് എല്ലാ വ്യൂസും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ എന്നെക്കാട്ടിലും നീളം കൂടുതലാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അപ്പോൾ എൻ്റെ നീളം എത്ര ആയിരിക്കുമെന്ന്. അപ്പോൾ എന്നെക്കാട്ടിലും നീളം കൂടുതലാണ്, 170 സെൻറ്റിമീറ്റർ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ നമുക്ക് ട്രൈപോഡായിട്ടും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ മെയിൻ ഹെഡ് വരുന്നത് നമുക്ക് 360 ഡിഗ്രി ഇത് റൊട്ടേറ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ എല്ലാ പാർട്സും നല്ല സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ റിവ്യൂസ് പറയാം. ഇപ്പോൾ എന്തായാലും എനിക്ക് കണ്ടിട്ടും പിടിച്ചിട്ടും എല്ലാം നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഇത് തോന്നുന്നത്. ഇനി ഇതിന് ഒരു റിമോട്ടും ഉണ്ട് കേട്ടോ. റിമോട്ട് നമുക്ക് ബ്ലൂടൂത്തുമായിട്ട് പെയർ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എങ്ങനെയാണ് വീഡിയോസൊക്കെ ഇതിൽ ഷൂട്ട് ചെയ്യുന്നത്, ഫോട്ടോസ് ഷൂട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൽ നമുക്കൊരു ലവ് ചിഹ്നത്തിൽ ഒരു ബട്ടണുണ്ട്. അതിൽ നമ്മൾ കുറേ നേരം പ്രസ് ചെയ്യും, കുറേ നേരമല്ല, ഒരു 2-3 സെക്കൻഡ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ 2-3 തവണ ഒരു ലൈറ്റ് മിന്നുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ആ സമയത്ത് നമുക്ക് പെയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഫോണുമായിട്ട് നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് സെൽഫി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇത് കണക്റ്റ് ആവും. ഇനി നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോൺ അതിൽ നമ്മുടെ ഹെഡിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ സെൽഫി ആയിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മുടെ റിമോട്ടിൽ ഈ ക്യാമറയുടെ ഒരു പിക്ചറിലുള്ള ഒരു ബട്ടണും കൂടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ വരും. നമ്മൾ വീഡിയോ ആണ് ക്യാമറയിൽ എടുത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ വീഡിയോയിൽ പ്രസ്സാവും. അതിൽ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പോസും ആവും. അപ്പോൾ അതാണ് ഇങ്ങനെ റിമോട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഹെഡ് ഉണ്ടല്ലോ, ഈ ഹെഡ് ഇങ്ങനെ താഴോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്ക്രൂ പോലെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ക്രൂ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്തത് ടൈറ്റൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല കേട്ടോ ഫ്രണ്ടിലോട്ട്, അതങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് തന്നെ ഇരിക്കും. ഇത് നമുക്ക് വാറൻറ്റി അവൈലബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അത് 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. ഇനി ഞാൻ ജസ്റ്റ് എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.